Hi everyone, this is me, Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചാണക്യ സീക്രട്സിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് എങ്ങനെ ചാണക്യൻ്റെ സ്ട്രാറ്റജീസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതൊരു പേഴ്സണൽ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് ചാണക്യ സീക്രട്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് വിജയിച്ച ആളുകൾ പോലും പലപ്പോഴും വലിയ പരാജയത്തിലേക്ക് വീണു പോകാറുണ്ട്. വലിയ ദുരന്തത്തിലേക്ക് തിരിച്ചു കയറാനാകാത്ത വിധം നമ്മൾ പറയാറുണ്ട്, അയാൾ വലിയ നിലയിലെത്തിയതായിരുന്നു, വലിയ സമ്പത്തിനുടമയായിരുന്നു, ബിസിനസ്സിലൊക്കെ വലിയ വിജയം നേടിയിരുന്നു, പക്ഷെ പിന്നീട് പരാജയപ്പെട്ടു പോയി. ശരിക്കും ഇങ്ങനെയുള്ള ആളുകൾ പരാജയപ്പെടാൻ 6 കാരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ചാണക്യ പറയുന്നത്. ആ 6 കാരണങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയം നേടാൻ കഴിയും. ഇനി വിജയിച്ച ആൾക്ക് വലിയ ഉയരത്തിലേക്ക് പിന്നെയും വിജയം എത്തിപ്പിടിക്കാനും പറ്റും. അതിലൊന്നാണ് നമ്പർ 1 ലസ്റ്റ്, കാമം, ആസക്തി എന്നൊക്കെ പറയും. ഈ കാമം എന്ന് പറഞ്ഞ ലെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈംഗികമായിട്ടുള്ള ഒരു സെക്ഷൽ ലെസ്റ്റ് മാത്രമല്ല. ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ ആസക്തിയുള്ളത്, നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ വീണ് പോയിരിക്കുന്നത് എന്തിലൊക്കെയാണ്, അത് ശ്രദ്ധിക്കണം. അത് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ആകാം, ഗെയിമുകളുടെ ആകാം, ഡ്രഗ്സിൻ്റെ ആകാം, ഡ്രിങ്ക് ആകാം, എന്തുമാകാം, സെക്സ് ആകാം, എന്തുമാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷനെ നിയന്ത്രിക്കാൻ കഴിയാതെ നിങ്ങളുടെ സമയവും ഊർജവും എല്ലാം ആ ലിസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ യു കനോട്ട് ബി സക്സസ്ഫുൾ ആൻഡ് യു കനോട്ട് സ്റ്റേ ഓൺ ദ ടോപ്പ്. വളരെ പ്രധാനമാണ്. കാരണം വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള പലരും പിന്നീട് പരാജയപ്പെട്ടത് സക്സസ് ആയതിനു ശേഷം അവരെ പിടികൂടിയിട്ടുള്ള, അവർക്ക് പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാതെ പോയ, അവരെ കീഴടക്കിയ കാമമാണ്, ലിസ്റ്റാണ്, ആസക്തിയാണ്. സോ ബിവെയർ ഓഫ് ഇറ്റ്. നമ്പർ 2 ദേഷ്യമാണ്, ആങ്കർ, അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ശത്രു തന്നെയാണ്. നിങ്ങൾ എപ്പോഴും വലിയ ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ ഒരു ഇൻസിഡന്റ് കാണുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ബിസിനസ്സിലെല്ലാം ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് വ്യക്തികളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. ഒരുപാട് വ്യക്തികൾ പല കാര്യങ്ങളും പറയും, സംസാരിക്കും. അതുപോലെ തന്നെ ക്ലയൻസ് പറയും, സപ്ലൈസ് പറയും, സ്റ്റാഫ് പറയും, പല കാര്യങ്ങളും, പല സിറ്റുവേഷൻ ഉണ്ടാവും. അതെല്ലാം നമ്മളെ ഹാപ്പി ആക്കുന്ന അതായിരിക്കില്ല, നമ്മളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. വാട്ട് വിൽ ഹാപ്പൻ ടു യുവർ ബിസിനസ്? വാട്ട് വിൽ ഹാപ്പൻ ടു യുവർ ലൈഫ്? ആദ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയേണ്ടത് ദേഷ്യത്തെയാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യത്തെ നിയന്ത്രണ വിധേയമാക്കണം. കാരണം ദേഷ്യത്തെ ആസ്പദമാക്കി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ 99% അബദ്ധങ്ങളായിരിക്കും, ഇമോഷണൽ ആയിരിക്കും. സോ യു ഷുഡ് നോ ഹൗ ടു കൺട്രോൾ യുവർ ആങ്കർ. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മോർ ബ്യൂട്ടിഫുൾ ആൻഡ് അവർ ലൈഫ് വിൽ ബിക്കം മോർ സക്സസ്ഫുൾ ആൻഡ് യു ക്യാൻ കീപ് യുവർ സെൽഫ് ഓൺ ദ ടോപ്പ്. പല ആളുകളും വലിയ സക്സസ്ഫുൾ ആയതിനു ശേഷം ആ ഈഗോ അവരെ കീഴടക്കിയും അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ദേഷ്യം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ യുവർ ഓൾ സക്സസ് വിൽ ഗോ ഫ്രം യു. ആൻഡ് നമ്പർ 3 ഓഫ് കോഴ്സ് ആർത്തിയാണ്, ഗ്രീഡ്. നമ്പർ 3 ചാണക്യയുടെ സീക്രട്ട് പ്രകാരം 3 ഈസ് ഗ്രീഡ്. ഗാന്ധി ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടതും ഈ ഭൂമിയിലുണ്ട്, പക്ഷേ ഒരു മനുഷ്യൻ്റെ ആർത്തിയെ തൃപ്തിപ്പെടുത്താനുള്ളത് ഭൂമിയിലില്ല. അതാണ് സത്യം. നമുക്ക് സന്തോഷിക്കാനും നമുക്ക് സംതൃപ്തമാകാനും നമുക്കുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്, പക്ഷേ ആർത്തി പാടില്ല. എല്ലാം എനിക്ക് കിട്ടണം, എല്ലാം കീഴടക്കണം, എനിക്ക് സ്വന്തമാക്കണം എന്നുള്ളതായിരിക്കരുത്. നിങ്ങളുടെ വിജയത്തിൻ്റെ, ബിസിനസ്സിലാവട്ടെ പേഴ്സണൽ ലൈഫിലാവട്ടെ, നിങ്ങളുടെ വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഷെയർ ചെയ്യും കൂടെ ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ച് ബാക്കി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടേതും കുമിഞ്ഞുകൂടും. നിങ്ങൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് വാല്യൂ ലോകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ചാണക്യ പറഞ്ഞത് പ്രകാരമുള്ള 3ാമത്തെ നമ്മൾ ഒഴിവാക്കേണ്ട പ്രശ്നമാണ് ഗ്രീഡ്, ആർത്തി. അതുണ്ടെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. ഇൻ കേസ് നിങ്ങൾ വിജയിച്ച ഒരാളാണെങ്കിലും യു കനോട്ട് സ്റ്റേ ലോങ്ങർ ദെയർ.
ഒരുപാട് ആളുകൾ ആർത്തി മൂലം, അത്യാഗ്രഹം മൂലമൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ പെട്ടെന്ന് കാശുകാരനാവണമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയത് പോലും നഷ്ടപ്പെടുത്തിയ ഒരുപാട് ആളുകളുടെ കഥയുണ്ട്. സോ ബി വെയർ. നമ്പർ 4, അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ നന്മകളെയും നശിപ്പിക്കാൻ പോകുന്ന ഒന്നാണ്. ഞാനാണ് എല്ലാം തികഞ്ഞവൻ, ഞാൻ മാത്രമേ ഉള്ളൂ, എന്നിലൂടെ മാത്രമേ കാര്യം നടക്കാൻ പാടുള്ളൂ. ഈ ഒരു ഈഗോ നിങ്ങളെ എന്നേക്കുമായിട്ട് നശിപ്പിക്കും. നിങ്ങളുടെ എല്ലാ ക്വാളിറ്റിയും, നിങ്ങളുടെ കഴിവും, നിങ്ങളുടെ നോളജും, നിങ്ങളുടെ കോമ്പിറ്റൻസിയും, നിങ്ങളുടെ സക്സസിൻ്റെയും എല്ലാം കടക്കൽ കത്തിവെക്കാൻ പോകുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ ശത്രുവാണ് ഈഗോ. നമ്മുടെ ഈഗോയെ നമ്മളൊരിക്കലും നമ്മളെ കീഴടക്കാൻ സമ്മതിക്കരുത്. അഹങ്കാരത്തിന് കീഴ്പ്പെടരുത്. അഹങ്കാരത്തിന് കീഴ്പ്പെട്ടാൽ പോകും. കാരണം വലിയ വിജയം നേടി പെട്ടെന്ന് അഹങ്കാരികളായി തകർന്നു പോയ ഒത്തിരി ആളുകൾ നിങ്ങളുടെയും എൻ്റെയും എല്ലാം ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ 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 പൊളൈറ്റ് ആയിരിക്കുക, വളരെ വിനയമുള്ള ആളായിരിക്കുക, മനുഷ്യരെല്ലാവരും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. ഞാൻ മാത്രം എന്നതിലേക്ക് ചുരുങ്ങരുത്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഉരുളച്ചോറ് കഴിക്കണമെങ്കിൽ പോലും ആയിരക്കണക്കിന് ആളുകൾ പണിയെടുത്താലേ എനിക്കത് കിട്ടൂ എന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹങ്കാരിയാകാൻ പറ്റില്ല. സോ അഹങ്കാരം പാടില്ല. നിങ്ങളുടെ എല്ലാ വിജയങ്ങളെയും അത് കടക്കൽ കത്തിവെക്കും. നമ്പർ 5, അരോഗൻസ്. അരോഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മതോന്മത്തനായ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ, എന്ത് വിജയം ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഞാൻ അങ്ങ് എടുക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻ കേസ് അബദ്ധവശാൽ നിങ്ങൾ വിജയിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വിജയം നിലനിൽക്കുകയില്ല. കാരണം എല്ലാ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്ന ആളുകളെ, എല്ലാ പരാജയത്തിൻ്റെയും ബ്ലെയിം മറ്റൊരാളുടെ തലയിൽ, ഉത്തരവാദിത്വം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരാളും ഇഷ്ടപ്പെടില്ല. നിങ്ങളിൽ നിന്ന് ആളുകൾ അകന്നു പോകും. യഥാർത്ഥ ലീഡർ ചെയ്യുക, പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ, ലേൺ ദാറ്റ്. പരാജയമുണ്ടെങ്കിൽ അക്സെപ്റ്റ് ഇറ്റ്, വിജയമുണ്ടെങ്കിൽ ഷെയർ ഇറ്റ്. ദിസ് ഈസ് വാട്ട് ഈസ് ദ സീക്രട്ട്. സോ ആ ഒരു ആരോഗൻസ് നമ്മൾ ഒഴിവാക്കണം. ആൻഡ് നമ്പർ 6, ഓവർ എക്സൈറ്റ്മെന്റ്. കിലുക്കം എന്ന് പറയുന്ന സിനിമയില്ലേ, ഇന്നസെന്റിന് ഒരു വീഴ്ചയുണ്ട്, അടിച്ചു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വീഴുന്നുണ്ട് പുള്ളി. അതെന്താണ് സംഭവം? എനിക്ക് ഇത്രയും വലിയ പൈസ കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷം ഉൾക്കൊള്ളാൻ പോലും കഴിയാതെ ഓവർ എക്സൈറ്റഡ് ആയിട്ട് ആൾ തകർന്നു വീഴാം. വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും കൂളായിരിക്കണം. ക്യാപ്റ്റൻ ധോണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, വിജയിക്കാൻ പോകുമ്പോഴും പുള്ളിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ തോൽവിയുടെ മുന്നിലാണെങ്കിൽ പോലും പുള്ളി റിലാക്സ്ഡ് ആയിരിക്കും. പുള്ളിയുടെ അതിൻ്റെ പ്രഷർ കാണുകയുമില്ല. ചില ക്യാപ്റ്റന്മാരൊക്കെ ആയിരുന്ന സമയത്ത് നഖം അങ്ങനെ കടിച്ച് ഇനി നഖമൊന്നും കടിക്കാൻ ഉണ്ടാവില്ല. എന്നാൽ ധോണി അങ്ങനെ ആയിരുന്നില്ല. ഒരു യഥാർത്ഥ ലീഡർ, ഒരു യഥാർത്ഥ സക്സസ്ഫുൾ ആയിട്ടുള്ള ആള് വലിയ സന്തോഷം ഉണ്ടാകുമ്പോഴും കാം ആൻഡ് കൂളായിരിക്കും. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയി ആകെ ഭ്രാന്തമായിട്ട് പോകുന്ന ആളുമല്ല. പരാജയം ഉണ്ടാകുമ്പോൾ സങ്കടപ്പെട്ട്, നിരാശപ്പെട്ട്, ടെൻഷൻ അടിച്ച് ആത്മഹത്യ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമല്ലാത്ത ആളുമായിരിക്കില്ല. മറിച്ച് കൂളായിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ജീവിതത്തിൽ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ആര് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും, ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ബിക്കം ഹ്യൂജ് സക്സസ്ഫുൾ. നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളാണെങ്കിൽ ആ സക്സസിനെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനും ഈ സ്ട്രാറ്റജീസ് സഹായിക്കും. തീർച്ചയായിട്ടും ചാണക്യൻ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ചാണക്യൻ്റെ ബിസിനസ് ആൻഡ് പേഴ്സണൽ സക്സസ് സീക്രട്സുകൾ നമ്മൾ ഇനിയും വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്, സെയിൽസ് ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫോ ബിസിനസ്സോ ട്രാൻസ്ഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കോഴ്സുകളും ട്രെയിനിങ് ഒക്കെ ഉണ്ട്. താഴെ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.